നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതിന് പിന്നാലെ ദിലീപ് ശബരിമലയിൽ സന്നിധാനത്ത് നിന്ന് ദേവൻ MP-യാണ് ചേരുന്നത്. ദേവൻ പല അമ്പലങ്ങളിലായി നടക്കുകയാണ് ദിലീപ്. തെളിവുകളില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് കുറ്റവിമുക്തനായ വ്യക്തിയാണ് ദിലീപ്. ഇപ്പോൾ ശബരിമലയിൽ എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഖില, ഇന്നലെ രാത്രിയോട് തന്നെ ദിലീപ് ശബരിമല ദർശനത്തിന് എത്തുമെന്നുള്ളൊരു അഭ്യൂഹം പരന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ദിലീപ് എത്തിയിരുന്നില്ല. അങ്ങനെയാണ് ഇന്ന് രാവിലെ 9:45 കൂടി തന്നെ ശബരിമല സന്നിധാനത്തിന് താഴെ ദേവസ്വം ബോർഡിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസിൽ ദിലീപ് എത്തിയത്. അവിടെ നിന്നും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ദിലീപ് സന്നിധാനത്തേക്ക് ക്ഷേത്ര നടയുടെ അടുത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ശേഷം ആദ്യമായാണ് ദിലീപ് സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്നത്. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ദിലീപ് സ്ഥിരമായി ഈ തരത്തിൽ ശബരിമലയിൽ എത്താറുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ തവണ ദിലീപ് ശബരിമലയിൽ സന്ദർശനം നടത്തിയപ്പോൾ അത് വലിയ വിവാദങ്ങൾക്കെല്ലാം തന്നെ വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഹരിവരാസന സമയത്ത് ദിലീപ് സന്നിധാനത്തിന് മുന്നിൽ നിന്ന് തൊഴുന്നത് മറ്റ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ആ സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ദിലീപിനെ ഇപ്പോൾ പബ്ലിക് റിലേഷൻസിന്റെ ഓഫീസിൽ നിന്നും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ദിലീപിനെ ക്ഷേത്രത്തിന് സമീപത്തുള്ള തന്ത്രിയുടെയും ഒപ്പം തന്നെ ദേവസ്വം വകുപ്പിന്റെയും മുറിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നും പുറകുവശം വഴി വീണ്ടും ദിലീപ് അകത്തേക്ക് കയറി ദർശനം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല പ്രധാനപ്പെട്ട പൂജകൾക്കുള്ള വഴിപാടുകളെല്ലാം തന്നെ ദിലീപ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. കളഭാഭിഷേകം, നെയ്യാഭിഷേകം അടക്കമുള്ള പ്രധാനപ്പെട്ട അയ്യപ്പന്റെ വഴിപാടുകൾക്കെല്ലാം തന്നെ ദിലീപ് നേരത്തെ തന്നെ ബുക്കിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ പ്രസാദം വാങ്ങിച്ചതിന് ശേഷമായിരിക്കും ദിലീപ് ഇവിടെ നിന്ന് മടങ്ങുക. ഏതായാലും ഈ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കിയ സെഷൻസ് കോടതിയുടെ വിധി വന്നതിന് ശേഷം കുറ്റവിമുക്തനാക്കിയ ശേഷമുള്ള ദിലീപിന്റെ ആദ്യ ശബരിമല ദർശനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. മുൻ വർഷങ്ങളിൽ ഉണ്ടായതുപോലെ വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ ദർശനവുമായി ബന്ധപ്പെട്ട് ഈ താരത്തിന്റെ ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള അസൗകര്യങ്ങളെല്ലാം തന്നെയും ഒഴിവാക്കാൻ വേണ്ടി പോലീസ് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സന്നിധാനത്ത് എത്തിയ ശേഷം ദിലീപുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തരത്തിൽ മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ മറ്റു വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും നടൻ ദിലീപിനൊപ്പമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുമുടിക്കെട്ട് ഇല്ലാതെയാണ് ദിലീപ് ഇപ്പോൾ ശബരിമലയിൽ എത്തിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ താഴെയുള്ള ദേവസ്വം ബോർഡിന്റെ PR ഓഫീസിൽ എത്തി അവിടെ ഇരുന്നതിന് ശേഷമാണ് ദിലീപ് 18-ാം പടി വഴിയല്ല മറ്റ് മാധ്യമപ്രവർത്തകരും പോലീസും എല്ലാം തന്നെ കയറുന്ന പിറകുവശത്തെ വഴിയാണ് ദിലീപും ഇത്തരത്തിൽ ക്ഷേത്ര നടയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുമുടിക്കെട്ട് നിറച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആലുവയിൽ നിന്നുമാണ് ദിലീപ് നേരെ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്ന വിവരവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ദിലീപ് ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള ദേവസ്വം വകുപ്പിന്റെ മറ്റൊരു മുറിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അവിടെ നിന്നും പിറകുവശം വഴി വീണ്ടും അകത്ത് കയറി ദർശനം നടത്തിയ ശേഷമായിരിക്കും കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷം ദിലീപ് ശബരിമലയിൽ എത്തിയിരിക്കുകയാണ്. വിവരങ്ങളാണ് ദേവൻ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്.